ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഒരു സബ്ജക്റ്റിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, നമ്മുടെ സ്റ്റഡി പ്ലാൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതേപോലെ നമ്മൾ ഓഡിറ്റിങ്ങിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. മീനിങ്, നേച്ചർ, ഒബ്ജക്റ്റീവ്സ് ഒക്കെ നമ്മൾ തുടങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അതാ എനിക്കുള്ള സപ്പോർട്ട്, നിങ്ങൾക്ക് തരാൻ പറ്റുന്ന എനിക്കുള്ള സപ്പോർട്ട് അതാണ്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസോ, നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലൂടെ പറയുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്താണൊരു എൻഗേജ്മെൻറ്റ്, വാട്ട് ഈസ് ആൻ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ യൂസ് ചെയ്യുകയാണ്. ചിലപ്പം അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്കൊരു കംഫർട്ടായിട്ട് വരിക. അപ്പോൾ ഒരേ മെറ്റീരിയലാണ് നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ ഫോട്ടോ എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പഠിച്ച സമയത്ത് ഞാൻ എഴുതിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് എൻഗേജ്മെൻറ്റ്. എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ടു ഡു സംതിങ്. ഒരു കാര്യം ചെയ്യാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ്, ഒരു സ്റ്റാർട്ടിങ്, അതിനെയാണ് നമ്മൾ എൻഗേജ്മെൻറ്റ് എന്നും നോർമൽ മീനിങ്ങിൽ പറയുക. ഇനി നമ്മുടെ ഓഡിറ്റിംഗ് എന്ന ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ എന്താണ് എൻഗേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോർമൽ എഗ്രിമെൻറ്റ്. ഒരു ഫോർമലായിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ്, സാധാരണ ഒരു എഗ്രിമെൻ്റ് അല്ല, ഒരു ഫോർമലാണ്. ആരൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ഓഡിറ്റർ ആൻഡ് ക്ലയൻറ്റ്. ഓഡിറ്ററും ഓഡിറ്ററുടെ ക്ലയൻറ്റും തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ്. നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുക, ഒരു ഓഡിറ്റർ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു ക്ലയൻറ്റ് ഇപ്പോഴത്തെ സൈഡ് നിൽക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരു ഫോർമലായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണ്. അണ്ടർ വിച്ച് ഓഡിറ്റർ എഗ്രീസ് ടു പ്രൊവൈഡ് ഓഡിറ്റിംഗ് സർവീസസ്. ഇവിടെ നമ്മളുടെ ഓഡിറ്ററും കുറച്ച് ഓഡിറ്റിങ്ങിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്തോളാം എന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ അതാണ്, ഒരു ഓഡിറ്റർ നിൽക്കുന്നു, ഇപ്പോഴത്തെ സൈഡിലൊരു ക്ലയൻ്റ് ഉണ്ട്, ഇവർ തമ്മിലുള്ളൊരു ഫോർമലായിട്ടുള്ളൊരു എഗ്രിമെൻ്റാണ്. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് എൻഗേജ്മെൻറ്റ് ലെറ്റർ. ഇത് ഏത് രൂപത്തിലേക്ക് മാറും? ഒരു എൻഗേജ്മെൻറ്റ് ലെറ്റർ എന്ന രൂപത്തിലേക്ക് മാറും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ലെറ്റർ ഉണ്ട്, ലെറ്ററിൻ്റെ പേരെന്താണ്? എൻഗേജ്മെൻറ്റ് ലെറ്റർ. അപ്പോൾ ഓഡിറ്റർ ക്ലയൻറ്റിലേക്ക് ഈ ഒരു എൻഗേജ്മെൻറ്റ് ലെറ്റർ കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് എൻഗേജ്മെൻറ്റ്. ആ ഒരു ലെറ്ററിൽ ഓഡിറ്റർ എന്തൊക്കെ സമ്മതിക്കുന്നു, കുറച്ച് ഓഡിറ്റിങ്ങിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്തോളാം എന്നുള്ള കാര്യങ്ങൾ സമ്മതിക്കുകയാണ്. ദെൻ എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിയിലുള്ള ഒന്നാണ്. ഇൻറ്റേർണലാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ഒരു ഓർഗനൈസേഷൻ്റെ വെളിയിലുള്ളതാണ് എക്സ്റ്റേണൽ, ഉള്ളിലുള്ളതാണ് ഇൻറ്റേർണൽ. ദി പർപ്പസ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് ഈസ് ടു എൻഹാൻസ് ദ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ്. എന്ത് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് പർപ്പസ്. കോൺഫിഡൻസ് കൂട്ടുക. ആരുടെ? ഓഫ് ഇൻറ്റൻറ്റഡ് യൂസേഴ്സ്. എന്തിൻ്റെ? ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഓരോ ചോദ്യങ്ങളാക്കുക, ഓരോ സെൻറ്റൻസിനെയും ഓരോ ചോദ്യമാക്കുക. എന്ത്? എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുകയാണ്? അതൊരു കോൺഫിഡൻസ് കൂട്ടുകയാണ്. ആരുടെ? ഇൻറ്റൻറ്റഡ് യൂസേഴ്സിൻ്റെ. എന്തിൻ്റെ മേലെ ഉള്ളത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മേലെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓഡിറ്റ് ചെയ്യുന്ന ആൾ നമ്മളുടെ ആ ഒരു എൻറ്റിറ്റിയുടെ വെളിയിലുള്ള ഒരാളാണെങ്കിലാണ് ആരുടെ കോൺഫിഡൻസ് കൂടുക? ഇൻറ്റൻറ്റഡ് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂടുക. സച്ച് എൻഗേജ്മെൻറ്റ് ആർ ഓൾസോ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ്. ആ എൻഗേജ്മെൻറ്റ്സ് എന്തും കൂടിയാണ് ഒരു റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണ്. റീസണബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏകദേശം ഒരു ഉറപ്പ് നൽകുന്നു, എന്നാൽ കൂടുതലുമല്ല കുറവുമല്ല, ഏകദേശം ഒരു ഉറപ്പ് നൽകുക എന്നുള്ളതാണ് റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ്സ്. എക്സാമ്പിളാണ്, നമ്മളുടെ ഇന്ത്യയിൽ കമ്പനീസൊക്കെ എന്തായാലും അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. ആരെക്കൊണ്ട്? എക്സ്റ്റേണൽ ഓഡിറ്ററിനെ കൊണ്ട്. എന്നാൽ നോൺ കോർപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് പോലും അവരുടെ അക്കൗണ്ട്സ് ഒരു എക്സ്റ്റേണൽ ഓഡിറ്ററിനെ കൊണ്ട് ഓഡിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ബെനിഫിറ്റ്സ് ഓഫ് സച്ച് ആൻ ഓഡിറ്റ്. ആ ഒരു ഓഡിറ്റ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് കൊണ്ട് അവർ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഓഡിറ്റ് മാൻഡേറ്ററി അല്ലാത്തവർ പോലും ഓഡിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ ബെനിഫിറ്റ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ദെൻ ഓഡിറ്റ് മാൻഡേറ്ററി ഓർ വോളണ്ടറി. ഓഡിറ്റ് നിർബന്ധമാണോ അതോ വേണമെങ്കിൽ ചെയ്താൽ മതിയോ? ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓഡിറ്റ് ഈസ് ഓൾവേസ് ലീഗലി മാൻഡേറ്ററി. എല്ലാ കേസിലും എന്തല്ല? ഓഡിറ്റ് ലീഗലി നിർബന്ധം അല്ല. എന്നാൽ ദർ ആർ എൻറ്റിറ്റീസ് ലൈക്ക് കമ്പനീസ് ഹു ആർ കമ്പൽസറിലി റിക്വയർഡ് ടു ഗെറ്റ് ദർ അക്കൗണ്ട്സ് ഓഡിറ്റഡ് അണ്ടർ ലോ. അതായത് ലോയുടെ കീഴിൽ, നിയമത്തിൻ്റെ കീഴിൽ ചില കമ്പനീസ്
അതായത് എൻറ്റിറ്റീസ് കമ്പനീസ് എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, കമ്പൽസറിലി അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നോൺ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആണെങ്കിലും ചില ടാക്സ് ലോസിൻ്റെ കീഴിൽ, ഇപ്പം ഇൻകം ടാക്സ് ഒക്കെ ആകാം, അങ്ങനെ പല ടാക്സിൻ്റെ നിയമങ്ങളുടെ കീഴിൽ അവർക്ക് എന്തായാലും ചിലപ്പോൾ അവരുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ കേസിൽ എന്ത് ചെയ്യും, നോൺ കോർപ്പറേറ്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസും അവരുടെ അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്യും. പിന്നെ ഇവിടെ പറയുന്നത് സ്കൂൾസിനൊന്നും എന്ത് മാൻഡേറ്ററി അല്ല, ഓഡിറ്റ് മാൻഡേറ്ററി അല്ല. എന്തായാലും ചിലപ്പോൾ അവർക്ക് ഗവൺമെൻറ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ഗ്രാൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ എന്ത് ചെയ്യാറുണ്ട്, അവരുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാറുണ്ട്. ദെൻ ഹു അപ്പോയിൻറ്റ്സ് ആൻ ഓഡിറ്റർ, ആരാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ആരാണ് ഒരു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ലോയിൽ പഠിക്കാറുണ്ട്. ലോയിൽ നമ്മൾ സെക്ഷൻ 139 ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്, അപ്പോയിൻറ്റ്മെൻറ്റ് ഓഫ് ആൻ ഓഡിറ്റർ. അപ്പോൾ നമ്മൾ ഓഡിറ്റിങ്ങിൽ നമ്മൾ ആ സെയിം കാര്യം പഠിക്കുകയാണ്. ജനറലി ആരാണ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഓണേഴ്സാണ്. ചില കേസുകളിൽ ഗവൺമെൻറ് അതോറിറ്റീസും എന്ത് ചെയ്യാറുണ്ട്, അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിളാണ്, കമ്പനീസിലാണെങ്കിൽ ആര് അപ്പോയിൻറ്റ് ചെയ്യും, മെമ്പേഴ്സ്. ആരാണ് കമ്പനിയുടെ മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സാണ്. അവർ AGMൽ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യും. ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ ഓണേഴ്സ്. നമ്മൾ ആദ്യമേ പറഞ്ഞു ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഓണേഴ്സ്. അപ്പം ഇവിടെ ഷെയർ ഹോൾഡേഴ്സാണ് കമ്പനിയുടെ ഓണേഴ്സ്, അതുകൊണ്ട് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്നാൽ ചില ഗവൺമെൻറ് കമ്പനികൾ, അതായത് ഗവൺമെൻറ് കമ്പനികളുടെ കേസിലാണെങ്കിൽ ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നു, C&AG, നമ്മൾ പറയും കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. അപ്പോൾ സാധാരണ ഒരു കമ്പനിയിലാണെങ്കിൽ ആര് അപ്പോയിൻറ്റ് ചെയ്യും, മെമ്പേഴ്സ് അപ്പോയിൻറ്റ് ചെയ്യും. ഇനി അതൊരു ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നു, ചില ഗവൺമെൻറ് കമ്പനീസ് അല്ല കേട്ടോ, എല്ലാ ഗവൺമെൻറ് കമ്പനീസും. ഇൻ കേസ് ഓഫ് ഗവൺമെൻറ് കമ്പനീസ് എന്നാണ്, ഗവൺമെൻറ് കമ്പനീസിൽ എല്ലായിടത്തും ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നു, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, C&AG. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, അവരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ ഫേം ആണെങ്കിൽ, നമ്മൾ ഇത്രയും സാധാരണ കമ്പനി പറഞ്ഞു, ഗവൺമെൻറ് കമ്പനി പറഞ്ഞു. ഇനി അതൊരു ഫേം ആണെങ്കിൽ അവിടെ ആരായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക, അവൻ്റെ പാർട്ട്നേഴ്സ് ആയിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. ദെൻ ടു ഹൂം റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ബൈ ആൻ ഓഡിറ്റർ. അപ്പം നമ്മൾ ആദ്യമേ തൊട്ട് പഠിച്ചു ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, അതുപോലെ ഓഡിറ്റിങ്ങിൻ്റെ ബെനിഫിറ്റ്സ്, ലിമിറ്റേഷൻസ്, ഓഡിറ്റർ മാൻഡേറ്ററി ആണോ എന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഈ റിപ്പോർട്ട്, ഓഡിറ്റർ ഈ റിപ്പോർട്ട് ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണഗതി ചിന്തിച്ച് നമുക്ക് മനസ്സിലാകും, നമ്മൾ ഒരു കമ്പനിയിൽ ഒരാൾ അപ്പോയിൻറ്റ് ചെയ്താൽ ആ ഒരു അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും നമ്മൾ കൂടുതൽ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ദ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് ടു പേഴ്സൺ മേക്കിംഗ് ദ അപ്പോയിൻമെൻറ്റ്. ആരാണോ ആ ഒരു അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് അവർക്കായിരിക്കും നമ്മൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. കമ്പനീസ് ആണെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്, ഫേം ആണെങ്കിൽ പാർട്ട്നേഴ്സ്, അവരായിരിക്കുമല്ലോ അവരെ എൻഗേജ് ചെയ്തേക്കുന്നത്. അപ്പം ആ എൻഗേജ് ചെയ്ത ആൾ ആരാണോ അവർക്കായിരിക്കും നമ്മൾ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുക. ഇനി ഓരോ കേസ് സ്റ്റഡി ആയിക്കൊണ്ട് നമ്മളുടെ ബുക്കിൽ കുറേ കേസ് സ്റ്റഡീസും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ MCQ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, കേസ് സ്റ്റഡിയാണ്. സാധാരണ നമ്മൾ MCQ എന്ന് പറഞ്ഞാൽ വെറും ഒറ്റ ക്വസ്റ്റ്യനായിട്ട് ഒരു സെൻറ്റൻസ് 4 ഓപ്ഷൻ അങ്ങനെ ചിന്തിക്കരുത്. ഒരു കേസ് സ്റ്റഡി തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടുതൽ എന്ത് സോൾവ് ചെയ്യണം, കേസ് സ്റ്റഡി സോൾവ് ചെയ്യണം. കേസ് സ്റ്റഡി സോൾവ് ചെയ്യുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ വായിക്കുക. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് നിങ്ങൾ പിന്നെ വന്ന് കേസ് സ്റ്റഡി വായിക്കുക. അപ്പം നമുക്ക് മനസ്സിലാകും ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യം എവിടെയാണോ ആ ഒരു കേസ് സ്റ്റഡിയിൽ പറയുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ നോട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കേസ് സ്റ്റഡിയിൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ കാണും, ഒരു കാര്യമില്ലാത്തൊരു കാര്യങ്ങൾ കാണും. പക്ഷെ നമ്മൾ അതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് നമ്മൾ വായിച്ചു പോകും. അതിന് പകരമായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് വായിക്കുക, എന്നിട്ട് മാത്രം നമ്മൾ കേസ് സ്റ്റഡിയിൽ വന്നിട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ MCQന് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ബുക്കിൽ തന്നെ കുറേ കേസ് സ്റ്റഡീസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് പോവുക. വേറെ എന്തെങ്കിലും കേസ് സ്റ്റഡീസ് കിട്ടുകയാണെങ്കിൽ അതും നമുക്ക് സോൾവ് ചെയ്യാം. എങ്കിലും ടെക്സ്റ്റ് ബുക്കിലുള്ളതൊക്കെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇനി മീനിങ് ഓഫ് അഷ്വറൻസ് എൻഗേജ്മെൻറ്റ്. നമ്മൾ സാധാരണ ഒരു എൻഗേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, ഒരു അറേഞ്ച്മെൻറ്റ് ടു ഡു സംതിങ് ആണ്. അതേപോലെ ഓഡിറ്റിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്തോളാം എന്നുള്ള സമ്മതിക്കാണ്. ഇനി അഷ്വറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കുന്നതിന് മുൻപ് എന്തൊക്കെയാണ് അഷ്വറൻസ് എൻഗേജ്മെൻറ്റിലെ എലമെൻറ്റ്സ് എന്ന് നോക്കുക. അപ്പോൾ ആ ഒരു എലമെൻറ്റ്സ് നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാകും എന്തൊക്കെയാണ് അഷ്വറൻസ് എൻഗേജ്മെൻറ്റിലെ എലമെൻറ്റ്സ്. ഫസ്റ്റ് വൺ, ഇതൊരു 3 പാർട്ടി റിലേഷൻഷിപ്പാണ്. അപ്പോൾ നമ്മളൊരു ട്രയാങ്കിൾ പോലെ ചിന്തിക്കുക. ട്രയാങ്കിളിൻ്റെ ഓരോ കോർണറിലും 3 പേരുണ്ട്, ഓരോരുത്തർ വെച്ച് 3 പേരുണ്ട്. ആദ്യത്തെ ആളാണ് എൻ്റെ പ്രാക്ടീഷണർ, രണ്ടാമത്തെ ആളാണ് റെസ്പോൺസിബിൾ പാർട്ടി, മൂന്നാമത്തെ ആളാണ് ഇൻറ്റൻഡഡ് യൂസേഴ്സ്. ആൻ അഷ്വറൻസ് എൻഗേജ്മെൻറ്റ് ഇൻവോൾവ്സ്
അബവ് സെഡ് 3 പാർട്ടീസ്, മേളിൽ പറഞ്ഞ 3 ആളുകളുണ്ട്. എ പ്രാക്ടീഷണർ ഈസ് എ പേഴ്സൺ ഹു പ്രൊവൈഡ്സ് ദ അഷുറൻസ്. പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാണോ ഒരു ഉറപ്പ് കൊടുക്കുന്നത്, ഒരു അഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾ ആരാണോ അയാളാണ് പ്രാക്ടീഷണർ. ദ ടേം പ്രാക്ടീഷണർ ഈസ് ബ്രോഡർ ദാൻ ഓഡിറ്റർ. ഓഡിറ്റർ എന്നൊരു വാക്കിനേക്കാളും വിശാലമായ ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത് പ്രാക്ടീഷണർ. ഓഡിറ്റ് ഈസ് റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. അതായത് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ്. ഇത് നേരത്തെ സംഭവിച്ചൊരു കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്നലെ വരെ സംഭവിച്ചൊരു കാര്യങ്ങളെ പറ്റിയിട്ട് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ആൾ ആരാണ്, അതാണ് ഓഡിറ്റിൽ സംഭവിക്കുന്നത്, അതാണ് ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻസ്. വെയറാസ് പ്രാക്ടീഷണർ മേ പ്രൊവൈഡ് അഷുറൻസ് നോട്ട് നെസസറിലി റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അതായത് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ഒരാളെന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടേമാണ്. അത് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് മാത്രമല്ല ചെക്ക് ചെയ്യുന്നത്, നോട്ട് നെസസറിലി റിലേറ്റഡ് ടു ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ദെൻ അടുത്ത ആളാണ് എ റെസ്പോൺസിബിൾ പാർട്ടി. എ റെസ്പോൺസിബിൾ പാർട്ടി ഈസ് എ പാർട്ടി റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പറേഷൻ ഓഫ് എ സബ്ജക്റ്റ് മാറ്റർ. ഒരു സബ്ജക്റ്റ് മാറ്റർ, അതായത് ഒരു ടോപ്പിക്ക് അവിടെ പ്രിപ്പയർ ചെയ്യുന്ന ആൾ ആരാണോ അതാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ ആ ഒരു നമ്മുടെ FS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾ ആരാണോ അതാണ് റെസ്പോൺസിബിൾ പാർട്ടി. ദെൻ ഇൻറ്റൻഡഡ് യൂസേഴ്സ് ആർ ദ പേഴ്സൺസ് ഫോർ ഹൂം ആൻഡ് അഷുറൻസ് റിപ്പോർട്ട് ഈസ് പ്രിപ്പയർഡ്. ആർക്കു വേണ്ടിയാണോ നമ്മളുടെ പ്രാക്ടീഷണർ ഒരു അഷുറൻസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ ഇൻറ്റൻഡഡ് യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എലമെൻറ്റിൽ പഠിച്ചു 3 പാർട്ടി റിലേഷൻഷിപ്പാണ്. അവിടെ 3 പേരുണ്ട്. ആരൊക്കെയാണ്? പ്രാക്ടീഷണർ ഹു പ്രൊവൈഡ്സ് അഷുറൻസ്, responsible party who prepares subject matter, and intended users for whom assurance report is prepared. Then second one ആണ് an appropriate subject matter. അവിടെ നമ്മളുടെ റെസ്പോൺസിബിൾ പാർട്ടി പ്രിപ്പയർ ചെയ്യുന്ന സബ്ജക്റ്റ് മാറ്റർ ആണ് എന്ത്, അഷുറൻസ് എൻഗേജ്മെൻറ്റിലെ രണ്ടാമത്തെ എലമെൻറ്റ്. മൂന്നാമത്തേതാണ് സ്യൂട്ടബിൾ ക്രൈറ്റീരിയ. അതായത് നമുക്കൊരു സബ്ജക്റ്റ് മാറ്റർ നമ്മുടെ കയ്യിലോട്ട് കിട്ടി. ഇനി അതിന് നമ്മൾ ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ക്രൈറ്റീരിയ വേണം. അതിനാണ് നമ്മൾ ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത്. ബെഞ്ച് മാർക്ക് എന്താണ്, സബ്ജക്റ്റ് മാറ്ററിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ എക്സാമിന് ആൻസർ എഴുതി. ഈ ആൻസർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ടീച്ചർമാരുടെ കയ്യിൽ എന്തുണ്ട്, ഒരു സജസ്റ്റഡ് ആൻസറിൻ്റെ ഒരു പേപ്പറുണ്ട്. അത് വെച്ചിട്ടാണ് ഇവിടെ നമ്മളുടെ പേപ്പർ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ആൻസർ ഷീറ്റാണ് സബ്ജക്റ്റ് മാറ്റർ. ടീച്ചർമാരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ആൻസർ കീ ആണ് എന്ത്, ക്രൈറ്റീരിയ. അതാണ് നമ്മുടെ ഓഡിറ്റിങ്ങിലാണെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ്സ് ആകാം, ഓഡിറ്റിങ്ങിൻ്റെ സ്റ്റാൻഡേർഡ്സ് ആകാം, അല്ലെങ്കിൽ ഗൈഡൻസ് ആകാം, ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തുമാകാം എന്ത്, ക്രൈറ്റീരിയ. ദെൻ സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. എവിഡൻസ് വേണം. എവിഡൻസ് എന്താകണം, സഫിഷ്യൻറ്റും ആകണം, അപ്രോപ്രിയേറ്റും ആകണം. സഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എവിഡൻസിൻ്റെ ക്വാണ്ടിറ്റിയാണ്, അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറഞ്ഞാൽ എവിഡൻസിൻ്റെ ക്വാളിറ്റിയാണ്. അതേപോലെ എവിഡൻസ് എന്താകണം, സഫിഷ്യൻറ്റും ആകണം, അപ്രോപ്രിയേറ്റും ആകണം. ദെൻ ലാസ്റ്റാണ് എ റിട്ടൺ അഷുറൻസ് റിപ്പോർട്ട് ഇൻ അപ്രോപ്രിയേറ്റ് ഫോം. അതായത് ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പ്രാക്ടീഷണർ എന്ത് കൊടുക്കണം, ഒരു റിട്ടൺ ആയിട്ടുള്ള അഷുറൻസ് റിപ്പോർട്ട് കൊടുക്കണം. വെറും അഷുറൻസ് റിപ്പോർട്ടില്ല, റിട്ടൺ ആയിരിക്കണം. എ റിട്ടൺ റിപ്പോർട്ട് ഈസ് പ്രൊവൈഡഡ് കണ്ടെയ്നിങ് കൺക്ലൂഷൻ ദാറ്റ് കൺവേസ് ദ അഷുറൻസ് അബൌട്ട് ദ സബ്ജക്റ്റ് മാറ്റർ. സബ്ജക്റ്റ് മാറ്ററിനെ സംബന്ധിക്കുന്ന ഒരു ഉറപ്പ് കൺവേ ചെയ്യുന്ന ഒരു കൺക്ലൂഷൻ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതാണ് റിട്ടൺ റിപ്പോർട്ട്. എ റിട്ടൺ അഷുറൻസ് റിപ്പോർട്ട് ഈസ് ദ ഔട്ട്കം ഓഫ് ആൻ അഷുറൻസ് എൻഗേജ്മെൻറ്റ്. ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റിൻ്റെ ഔട്ട്കമാണ് എന്തെന്ന് പറയുന്നത് എ റിട്ടൺ അഷുറൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 5 എലമെൻറ്റ്സ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ആ ഒരു സെൻറ്റൻസ് എന്താണെന്നുള്ളത് വായിച്ച് നോക്കാം. അഷുറൻസ് എൻഗേജ്മെൻറ്റ് മീൻസ് ആൻ അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് എ പ്രാക്ടീഷണർ എക്സ്പ്രസ്സസ്. അവിടെ ഒരു പ്രാക്ടീഷണർ എക്സ്പ്രസ് ചെയ്യുകയാണ് എന്ത്, എ കൺക്ലൂഷൻ. അതാണ് ആ റിട്ടൺ അഷുറൻസ് റിപ്പോർട്ടിൽ വരുന്ന കൺക്ലൂഷൻ. അത് എന്തിനു വേണ്ടിയാണ് അവർ എക്സ്പ്രസ് ചെയ്യുന്നത്, ഡിസൈൻഡ് ടു എൻഹാൻസ് ദ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ഓഫ് ദ ഇൻറ്റൻഡഡ് യൂസേഴ്സ്. ഇൻറ്റൻഡഡ് യൂസേഴ്സിൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതർ ദാൻ ദ റെസ്പോൺസിബിൾ പാർട്ടിയുടെ കോൺഫിഡൻസ് കൂട്ടാനല്ല, ആരുടെയാണ്, ആ ഒരു ഇൻറ്റൻഡഡ് യൂസേഴ്സിൻ്റെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എബൌട്ട് ദ ഔട്ട്കം ഓഫ് ദ ഇവാലുവേഷൻ. ആ ഒരു ഇവാലുവേഷൻ നടന്ന് കഴിഞ്ഞിട്ട് കിട്ടിയ ഔട്ട്കം എന്താണ്, ആ ഒരു ഔട്ട്കത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓർ
മെഷർമെൻറ്റ് ഓഫ് എ സബ്ജക്റ്റ് മാറ്റർ എഗെയിൻസ്റ്റ് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ നോക്കാം. അപ്പം ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ നമ്മളുടെ ആൻസർ ഷീറ്റ്. നമ്മളുടെ ടീച്ചറാണ് പ്രാക്ടീഷണർ, നമ്മളാണ് റെസ്പോൺസിബിൾ പാർട്ടി, നമ്മളാണല്ലോ ആൻസർ എഴുതുന്നത്. ഇൻറ്റർനെറ്റ് യൂസർ ആരാണ്? നമ്മളുടെ പേരൻസാണ്. അപ്പം നമ്മളുടെ ടീച്ചറായ പ്രാക്ടീഷണറും നമ്മളായ റെസ്പോൺസിബിൾ പാർട്ടിയുടെ ആൻസർ ഷീറ്റ്, അതായത് ആ സബ്ജക്റ്റ് മാറ്റർ, ടീച്ചറിൻ്റെ കയ്യിലുള്ള ആൻസർ കീ, അതാണ് എന്ത് ക്രൈറ്റീരിയ വെച്ച് നോക്കിയിട്ട് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നു ഒരു കൺക്ലൂഷൻ? നമ്മളുടെ പേരൻസ് ആണ് എന്ത് ഇൻറ്റൻഡഡ് യൂസേഴ്സ്. അപ്പം ഇങ്ങനെ ഒരു ത്രീ പാർട്ടി റിലേഷൻഷിപ്പാണ് നമ്മളുടെ ടീച്ചറും നമ്മളും പേരൻസ് നമ്മളുടെ റിലേഷൻഷിപ്പ്. അതാണ് ആ ഒരു 3 പാർട്ടി റിലേഷൻഷിപ്പ്. ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റ്, ടീച്ചർ അവിടെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഒരു അഷുറൻസ്, ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു അഷുറൻസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതൊരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് അല്ല. ഇവൻ ഭാവിയിൽ വലിയൊരാളാവും എന്നൊരു ഉറപ്പൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ ഇവൻ വെറും താഴ്ന്നില്ലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു റീസണബിൾ ലെവൽ ഓഫ് അഷുറൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അഷുറൻസ് എൻഗേജ്മെൻറ്റും അതിൻ്റെ എലമെൻസും നോക്കി. ഇനി എന്താണ് ഓഡിറ്റും റിവ്യൂ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? റിവ്യൂ എന്ന് പറഞ്ഞാൽ ഓഡിറ്റ് ചെയ്ത് കൊടുക്കുന്നതല്ലല്ലോ, വെറും ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അതായത് ഒരു ഒപ്പീനിയൻ അവിടെ ഫോം ചെയ്യുക അങ്ങനെയൊന്നുമല്ല. ഓഡിറ്റ് ഈസ് എ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് നമുക്ക് അറിയാം. ഇറ്റ് പ്രൊവൈഡ്സ് റീസണബിൾ അഷുറൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൗവർ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണ്. അതായത് എന്തെല്ലാം കാര്യങ്ങളിലേക്ക് അത് ലിമിറ്റഡ് ആണ്, അവിടെ ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് അതിനെ. ഇറ്റ് പ്രൊവൈഡ്സ് ലോവർ ലെവൽ ഓഫ് അഷുറൻസ് ദാൻ ഓഡിറ്റിൽ എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിനേക്കാളും താഴ്ന്ന നിലയിലുള്ളൊരു അഷുറൻസ് മാത്രമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുക. അതേപോലെ റിവ്യൂവിനകത്ത് കുറച്ച് പ്രൊസീജിയേഴ്സ് മാത്രമേ ഉള്ളൂ. അവർക്ക് സഫീഷ്യൻ്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ് കിട്ടാൻ വേണ്ടി ഒരു ലിമിറ്റഡ് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യാനായിട്ട് അവർക്ക് എന്തുമാത്രം എവിഡൻസ് വേണോ അത്രയും മാത്രം എവിഡൻസ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് മാത്രമാണ് അവർ ചെയ്യുന്നത്. ഹൗവർ ബോത്ത് ഓഡിറ്റ് ആൻഡ് റിവ്യൂ എന്തിന് റിലേറ്റ് ചെയ്യുന്നു? FSനെ റിലേറ്റ് ചെയ്യുന്നു. FS എന്തിനെ ബേസ് ചെയ്താണ് പ്രിപ്പയർ ചെയ്യുക? ഹിസ്റ്ററിക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പം ഓഡിറ്റും റിവ്യൂവും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ലാസ്റ്റ് ഒരു കോമൺ പോയിന്റ് പറയുകയാണ്, ഇത് രണ്ടും റിലേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? FSനെയാണ്. FS എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുക? ഹിസ്റ്ററിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് അഷുറൻസ് എൻഗേജ്മെൻ്റ് ആണ്. എന്തൊക്കെയുണ്ട്? 2 എണ്ണം ഉണ്ട്. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റും ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റും. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലോവർ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. ആരെ സംബന്ധിച്ച്? റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റിനെ സംബന്ധിച്ചിട്ടാണ്. റീസണബിൾ അഷുറൻസ് പറഞ്ഞാൽ ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. നല്ലത് മറ്റേ മോസ്റ്റ് ആക്യുറേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഹൈ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. എന്നാൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു ലോവർ ലെവൽ ഓഫ് അഷുറൻസ് ആണ്. ആരെ സംബന്ധിച്ചിടത്തോളം? റീസണബിളിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറവാണ്. ഇനി റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റിൽ എന്തെല്ലാം പ്രൊസീജിയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നു? എലാബറേറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്, ഒത്തിരി വലിയ പ്രൊസീജിയേഴ്സ്, ഒത്തിരി ഐറ്റംസിലേക്ക് വ്യാപരിക്കുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് നമ്മൾ പെർഫോം ചെയ്യുന്നു. എന്നാൽ ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റിലാണെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സേ ഉള്ളൂ, ഫ്യൂവർ പ്രൊസീജിയേഴ്സ് ആണ്. ഇനി ഇറ്റ് ഡ്രോസ് റീസണബിൾ കൺക്ലൂഷൻസ് ഓൺ ദ ബേസിസ് ഓഫ് സഫിഷ്യൻറ്റ് അപ്രോപ്രിയേറ്റ് എവിഡൻസ്. നമുക്ക് കിട്ടിയ ആ ഒരു എവിഡൻസിന് മേലെ നമ്മൾ റീസണബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമ്മൾ ഡ്രോ ചെയ്യുകയാണ്. ഇനി ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റിലാണെങ്കിൽ അവർക്ക് കിട്ടിയ എവിഡൻസ് വെച്ചിട്ട് അവർ ലിമിറ്റഡ് കൺക്ലൂഷൻ മാത്രമേ ഡ്രോ ചെയ്യുന്നുള്ളൂ. റീസണബിൾ ആണെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് ഓഡിറ്റ്, ലിമിറ്റഡ് ആണെങ്കിൽ അതിൻ്റെ എക്സാമ്പിളാണ് എന്ത്? റിവ്യൂ എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ റീസണബിൾ അഷുറൻസ് എൻഗേജ്മെൻറ്റും ലിമിറ്റഡ് അഷുറൻസ് എൻഗേജ്മെൻറ്റിനും ഇത് രണ്ടുമല്ലാതെ വേറൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. ഇത് രണ്ടും റിലേറ്റ് ചെയ്യുന്ന എന്തിനെ സംബന്ധിച്ചിട്ടാണ്? ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞു. എന്നാൽ ഹിസ്റ്ററിക്കൽ അല്ലാത്ത മാറ്റേഴ്സിനെ സംബന്ധിക്കുന്നതായിട്ടുള്ളൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അതാണ് എന്ത്? പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്ന് നമ്മൾ പറയും. അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടായിട്ടുള്ളത്? അസംഷൻസ് അബൌട്ട് ഇവൻറ്റ്സ് ദാറ്റ് മേ ഒക്വർ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് പോസിബിൾ ആക്ഷൻസ് ബൈ ദ എൻറ്റിറ്റി. അതായത് ഫ്യൂച്ചറിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഇവൻറ്റ്സ്, അതേപോലെ എൻറ്റിറ്റി എടുക്കാൻ സാധ്യതയുള്ള ആക്ഷൻസ്,
ഇതിനെ സംബന്ധിക്കുന്ന ഒരു അസംഷൻസ് നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കുകയാണ്. അതാണല്ലോ അസംഷൻസ്, ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ ഇപ്പോഴേ ഒന്ന് അസ്യൂം ചെയ്യുകയാണ്, ഇങ്ങനെ ആയിരിക്കാം സംഭവിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, അസംഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു ഇൻഫർമേഷൻസ് ആണ് എന്ത്, പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ആ ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മളൊരു എൻഗേജ്മെൻറ്റും കൂടെ നടത്തുന്നുണ്ട്. അതാണ് ഈ ഒരു പുതിയ എൻഗേജ്മെൻറ്റ്. ഇറ്റ് ഈസ് ടു ബി നോട്ടഡ് ദാറ്റ് in such a type of assurance engagement, examination is not of historical financial information. അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റിൽ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് എന്തല്ല, ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ല. ഇനി ഹിസ്റ്ററിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസും പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഹിസ്റ്ററിക്കൽ ആണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ ടേംസിലായിരിക്കും. എൻറ്റിറ്റിയുടെ എക്കണോമിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയായിരുന്നു, അവരുടെ കണ്ടീഷൻസ്, പാസ്റ്റ് പീരീഡ്സിൽ അവർക്കുണ്ടായ സാഹചര്യങ്ങൾ, സർക്യൂംസ്റ്റൻസ് എന്തൊക്കെയാണോ അതിനെയൊക്കെ നമ്മളൊരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ടേംസിലേക്ക് മാറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് ഹിസ്റ്ററിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. എന്നാൽ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ അത് അസംഷൻസ് ആണ്. ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഇവൻറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു അസംഷൻസ് ആണ് എന്ത്, നമ്മുടെ പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ. ഇനി ഹിസ്റ്ററിക്കൽ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പാസ്റ്റ് ഇവൻറ്റ്സിൽ നിന്നും വരുന്നു. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണെങ്കിൽ ഫ്യൂച്ചർ ഇവൻറ്റ്സിനെ സംബന്ധിച്ചിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ്. ദെൻ while evidence may be available to support the assumptions on which the prospective financial informations, such evidence is itself generally future oriented. ഇനി ഫ്യൂച്ചറിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഓഡിറ്റർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യാണ്ട് പറ്റില്ല, ഒരു ഭയങ്കരമായൊരു ഉറപ്പ് ഇതിങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളത് ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്യാണ്ട് പറ്റില്ല, അങ്ങനെ ഒരു ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാണ്ട് പറ്റില്ല. ഇത് ഓഡിറ്റർ ഈസ് ദെയർഫോർ നോട്ട് ഇൻ എ പൊസിഷൻ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ആസ് ടു വെദർ ദ റിസൾട്ട്സ് shown in the prospective financial informations will be achieved. പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിൽ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷൻസ് അച്ചീവ് ചെയ്യും എന്നൊരു ഉറപ്പ് ഓഡിറ്റർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ therefore in such assurance engagements practitioner provides a report assuring that, അങ്ങനെയുള്ള ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റിൽ, അതായത് പ്രോസ്പെക്റ്റീവ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനെ സംബന്ധിക്കുന്ന ഒരു അഷുറൻസ് എൻഗേജ്മെൻറ്റിൽ ഓഡിറ്റർക്ക് ഒരിക്കലും ഒരു ഒപ്പീനിയൻ, ഈ ഒരു കാര്യം അച്ചീവ് ചെയ്യും എന്നൊരു ഒപ്പീനിയൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കേസിൽ ഓഡിറ്റർ എന്ത് ചെയ്യും, ഓഡിറ്റർ ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിനകത്ത് എന്ത് പറയും, നത്തിങ് ഹാസ് കം ടു practitioners' attention to suggest that these assumptions do not provide a reasonable basis for the projection. അതായത് നമ്മൾ എടുത്ത ആ ഒരു പ്രൊജക്ഷന് മേലെ ഒരു റീസണബിൾ ആയിട്ടൊരു ബേസ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ തക്കത്തിന് ഒരു കാര്യവും ഓഡിറ്ററുടെ അറ്റൻഷനിലേക്ക് വന്നിട്ടില്ല, പ്രാക്ടീഷണറുടെ അറ്റൻഷനിലേക്ക് വന്നിട്ടില്ല എന്നൊരു കാര്യവും കൂടി നമ്മൾ അപ്പോൾ തന്നെ പറയും. അതായത് ഫ്യൂച്ചറിലെ ഒരു കാര്യത്തെ പറ്റി നമ്മളിപ്പോൾ പറയുന്നു, നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല. ആ ഒരു കേസ് നമ്മൾ ഇപ്പോഴേ ഒരു ജാമ്യം എടുക്കുകയാണ്. നമ്മൾ എന്ത് പറയും, ഇപ്പോൾ ഞാൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു റീസണബിൾ ബേസ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയാൻ തക്കത്തിന് എൻ്റെ മനസ്സിലേക്ക് ഒന്നും വന്നില്ല, എൻ്റെ അറ്റൻഷനിലേക്ക് ഒരു കാര്യവും വന്നിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ആ ഒരു റിപ്പോർട്ടിലേക്ക് ചേർത്ത് പറയും. അതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് വരുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ അഷുറൻസ് എൻഗേജ്മെൻ്റൊക്കെ ടൈപ്സ് ഒക്കെ അത് എന്തൊക്കെയുണ്ട്, റിലേറ്റഡ് സർവീസ് ഉണ്ട്, റിവ്യൂ എൻഗേജ്മെൻ്റ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ എൻഗേജ്മെൻറ്റ് പല ടൈപ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും നോക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതേപോലെ ഇവിടെ ഒരു MCQ ഒക്കെ ഉണ്ട്, എന്തൊക്കെ പ്രാക്ടീഷണർ ഈസ് ബ്രോഡർ ദാൻ ഓഡിറ്റ്, അങ്ങനെ ചെറിയ ചെറിയ MCQ ഒക്കെ നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക ഇതിനകത്ത് കാണുന്ന പോലെ. അതേപോലെ ഏതെങ്കിലും ഒരു വേർഡ്സിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ മലയാളവും കൂടെ അതിൻ്റെ മുകളിൽ എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് വായിക്കുമ്പോഴത്തേക്കും മലയാളവും കൂടെ ചേർത്ത്, ഇംഗ്ലീഷും മലയാളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. നമ്മളെന്തായാലും ഇംഗ്ലീഷ് എഴുതാൻ ഭാഗത്ത് നമ്മൾ അത്ര പുറകിലൊന്നും അല്ലല്ലോ. അപ്പം നമുക്ക് മലയാളം വേർഡാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ പോലും നമുക്കത് ഇംഗ്ലീഷിലേക്ക് ആക്കി എഴുതാനൊക്കെ നമുക്ക് പറ്റും. അപ്പം എന്തായാലും മാക്സിമം നിങ്ങൾ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യുക. അതായത് പ്രാക്ടീഷണർ, ഹിസ്റ്ററിക്കൽ ഇൻഫർമേഷൻസ്, പ്രോസ്പെക്റ്റീവ്, അങ്ങനെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീവേഡ്സൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടൊക്കെ എഴുതുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങൾ ഈ കോഡ് തന്നെ ഷോർട്ട് നോട്ടും ഉണ്ടാക്കി പോകണം കേട്ടോ, കീവേഡ്സിനെങ്കിൽ നമുക്ക് ആ ഒരു ലാസ്റ്റ് ടൈം റെഫർ ചെയ്യാൻ നമുക്ക് എളുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.